അമേരിക്കൻ IT വിപണിയെയും വിദേശ വിദഗ്ധ തൊഴിലാളികളെയും പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളെയും ആശങ്കയിലാക്കിയ ട്രംപ് ഭരണകൂടത്തിന്റെ $1,00,000 വിസ ഫീസ് നയത്തിന് US ഫെഡറൽ അപ്പീൽ കോടതി കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണ്. പുതിയ H-1B വിസകൾക്ക് ഏകദേശം 83 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ എന്ന ഫീസ് ചുമത്താനുള്ള നീക്കം റദ്ദാക്കിയ കീഴ്ക്കോടതി ഉത്തരവ് തടയണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യം ബോണസ്ലെ അപ്പീൽ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. US സാങ്കേതിക മേഖലയ്ക്കും ഇന്ത്യൻ IT മേഖലയ്ക്കും ഒരുപോലെ വലിയ ആശ്വാസമേകുന്ന ഈ നിയമ പോരാട്ടത്തിന്റെ പശ്ചാത്തലവും അതിനു പിന്നിലെ നിയമപരമായ കാരണങ്ങളും ആഗോള പ്രത്യാഘാതങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. 2026 ജൂലൈ 24 വെള്ളിയാഴ്ചയാണ് ബോസ്റ്റൺ ആസ്ഥാനമായുള്ള US ഫസ്റ്റ് സർക്യൂട്ട് കോർട്ട് ഓഫ് അപ്പീൽസ് നിർണായകമായ വിധി പ്രഖ്യാപിച്ചത്. US ഡിസ്ട്രിക്ട് ജഡ്ജ് ലിയോ സോക്കറിൻ ജൂൺ 8 പുറപ്പെടുവിച്ച വിധി സ്റ്റേ ചെയ്യണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യമാണ് 3-അംഗ ബെഞ്ച് നിരസിച്ചത്. ഡെമോക്രാറ്റിക് രാഷ്ട്രപതിമാർ നിയമിച്ച ജഡ്ജിമാർ അടങ്ങിയ ഈ 3-അംഗ ബെഞ്ച് ഭരണകൂടത്തിന് അനുകൂലമായി വിധി തടയാൻ ശക്തമായ നിയമപരമായ കാരണങ്ങളില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അമേരിക്കൻ പാർലമെന്റായ കോൺഗ്രസ് ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഭീമമായ തുക ഫീസായി പിരിച്ചെടുക്കുന്നത് വിസ ഫീസല്ല, മറിച്ച് നിയമവിരുദ്ധമായ നികുതി ചുമത്തലാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എക്സിക്യൂട്ടീവ് അധികാരം മാത്രം ഉപയോഗിച്ച് ഒരു പ്രസിഡന്റിന് ഇത്തരം ഭാരമേറിയ സാമ്പത്തിക നികുതികൾ നടപ്പിലാക്കാൻ ഭരണഘടനാപരമായ അവകാശമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. H-1B വിസയുമായി ബന്ധപ്പെട്ട ഈ നിയമ പോരാട്ടത്തിന് കൃത്യമായ ചില മുൻകാല ചരിത്രമുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദേശികൾക്കുള്ള പുതിയ H-1B വിസകൾക്ക് നിർബന്ധിത ഡോളർ ഫീസ് പ്രഖ്യാപിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അതുവരെ ഒരു വിദേശ ജീവനക്കാരന് H-1B വിസ നേടുന്നതിനായി US കമ്പനികൾ നൽകിയിരുന്ന തുക വെറും $2,000 മുതൽ $5,000 വരെ മാത്രമായിരുന്നു. എന്നാൽ ഈ തുക ഒറ്റയടിക്ക് 20 മടങ്ങിലധികം വർദ്ധിപ്പിക്കാനാണ് ട്രംപ് തുനിഞ്ഞത്. അമേരിക്കൻ പ്രൊഫഷണലുകളുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കാൻ കമ്പനികൾ H-1B വിസ ദുരുപയോഗം ചെയ്യുന്നുവെന്നും കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ എത്തിച്ച് തദ്ദേശീയരെ മാറ്റി സ്ഥാപിക്കുകയാണെന്നുമായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. എന്നാൽ ട്രംപിന്റെ ഈ കടുത്ത വിസ നയത്തിനെതിരെ 2026 ജനുവരിയിൽ കാലിഫോർണിയ അടക്കം 20 ഡെമോക്രാറ്റിക് സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ സംയുക്തമായി ഫെഡറൽ കോടതിയിൽ ഹർജി നൽകി. കോൺഗ്രസിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ഇത്രയും വലിയ തുക ചുമത്തുന്നത് ഭരണഘടനയുടെയും US ഇമിഗ്രേഷൻ ആക്ടിന്റെയും ലംഘനമാണെന്ന് സംസ്ഥാനങ്ങൾ വാദിച്ചു. തുടർന്ന് 2026 ജൂൺ 8 ഡിസ്ട്രിക്ട് ജഡ്ജ് ലിയോ സോക്കറിൻ ഈ തുക നിയമവിരുദ്ധ നികുതിയാണെന്ന് പ്രഖ്യാപിച്ച് റദ്ദാക്കുകയും ചെയ്തു. അമേരിക്കയിലെ ടെക്നോളജി കമ്പനികൾ വിദേശത്ത് നിന്ന് ഉയർന്ന കഴിവുള്ള വിദഗ്ധ പ്രൊഫഷണലുകളെ നിയമിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഇമിഗ്രന്റ് വിസയാണ് H-1B വിസ. പ്രതിവർഷം 65,000 ജനറൽ വിസകളും US സർവകലാശാലകളിൽ നിന്ന് ഉന്നത ബിരുദം നേടിയവർക്കായി 20,000 അധിക വിസകളും അടക്കം ആകെ 85,000 വിസകളാണ് അമേരിക്ക നൽകുന്നത്. 3 മുതൽ 6 വർഷം വരെയാണ് ഇതിന്റെ കാലാവധി. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള IT അധിഷ്ഠിത വിദഗ്ധരാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. $1,00,000 ഫീസ് എന്നത് ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കും ടെക് കമ്പനികൾക്കും താങ്ങാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഈ നിയമം കാരണം വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ പുതിയ അപേക്ഷകൾ നൽകാൻ മുന്നോട്ട് വന്നുള്ളൂ. കോടതി രേഖകൾ പ്രകാരം 2026 ഫെബ്രുവരി പകുതി വരെ കേവലം 85 അപേക്ഷകൾ മാത്രമാണ് കമ്പനികൾ ഈ $1,00,000 ഫീസ് അടച്ചിരുന്നത്. എന്നാൽ ഈ ഉത്തരവിൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്. US സർവകലാശാലകളിൽ വിദ്യാർത്ഥി വിസയിലുള്ളവർ H-1B വിസയിലേക്ക് മാറുമ്പോൾ ഈ വലിയ ഫീസ് തുക ബാധകമായിരുന്നില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് പുതിയ വിദഗ്ധരെ നിയമിക്കുന്നത് ഇത് വലിയ തടസ്സമായി മാറുകയും ചെയ്തു. 1989 US സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന ഉത്തരവ് ഉദ്ധരിച്ചാണ് അപ്പീൽ കോടതി ട്രംപിന്റെ അടിയന്തര സ്റ്റേ അപേക്ഷ തള്ളിയത്. വിസ ഫീസായാലും നികുതിയായാലും ഇത്തരം ഭീമമായ സാമ്പത്തിക ബാധ്യതകൾ ഭരണകൂടം പൊതുജനങ്ങൾക്ക് മേൽ ചുമത്തുമ്പോൾ അതിന് കോൺഗ്രസിന്റെ കൃത്യമായ അധികാരപ്പെടുത്തൽ ആവശ്യമാണെന്ന് അപ്പീൽ കോടതി വ്യക്തമാക്കി. ഈ വിധി അമേരിക്കൻ ടെക് കമ്പനികൾക്കും ഇന്ത്യൻ വിവരസാങ്കേതിക മേഖലയ്ക്കും നൽകുന്ന ആശ്വാസം ചെറുതല്ല. നിലവിൽ വൈറ്റ് ഹൌസിന്റെ മുന്നിലുള്ള അടുത്ത വഴി സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതാണ്. എന്നാൽ സാമ്പത്തിക നികുതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ തത്വങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത പരമോന്നത കോടതിയിൽ നിന്നും ഭരണകൂടത്തിന് അനുകൂല നിലപാട് ലഭിക്കുമോ എന്നത് കണ്ടറിയണം.